നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്. രോഗമില്ലാത്തവൻ ആരാണോ അവനാണ് ആരോഗ്യവാൻ എന്ന് പറയണ പോലെ തന്നെ രോഗമില്ലാത്ത, ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കാൻ പറ്റാത്ത ഒരു കുടുംബമുണ്ടെങ്കിൽ അവരുടെ സമ്പത്ത് പകുതി അവിടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. കാരണം പകുതി സമ്പത്ത്, പകുതിയിലധികം നമുക്ക് ധനാഢ്യന്മാരായി നമ്മളെന്ന് പറയണത്. എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാരെന്നല്ല, ഇത് അനാവശ്യമായി നിൽക്കുന്ന നഷ്ടങ്ങൾ വരിക. ചിലർക്കുണ്ട്, ഒരു ബൈക്ക് ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞു, ഒന്ന് റെസ്റ്റ് ചെയ്ത് റെഡിയായി വന്നു, ഒരു 2.5 മാസം കഴിയുമ്പോൾ വീണ്ടും ഉരുണ്ടിയാടുക, എന്ന് വണ്ടി എടുത്താലും ചെയ്യുക. അത് കണക്കിൽ പശ കൊണ്ട്, വാസ്തുദോഷങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലെങ്കിലും ചില ദുരിതങ്ങളെ പോലെ. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഓരോ മാസം ഓരോ അസുഖങ്ങൾ ആർക്കെങ്കിലും ആ കുടുംബത്ത് വന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെ ചെയ്തെങ്കിലും അസുഖങ്ങൾക്ക് പൂർണ്ണത വരാതിരിക്കുക. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മുജ്ജന്മ ശാപങ്ങൾ കൊണ്ട്, പൂർവജന്മഹൃതം ശാപം വ്യാധി രൂപേണ ജാതി, ആ ഒരു പ്രമാണം, മുജ്ജന്മ ശാപങ്ങൾ കൊണ്ട് വ്യാധികൾ കുടുംബത്ത് വരും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്നതുണ്ടാവാം. നമ്മുടെ കർമ്മങ്ങളിലെ എന്താ പറയുക, ലോപം കൊണ്ട് നമുക്ക് ദുരിതങ്ങളും അപകടങ്ങളും വന്നു തരാം. നമ്മുടെ വസ്തു വിഷയവുമായിട്ട് നമുക്ക് അപകടങ്ങൾ വന്നു തരാം. ഇല്ല, നമ്മുടെ വിധി തന്നെ നമുക്കെതിരായി. നമ്മളിതെല്ലാം ശരിയാക്കിയാലും വിധി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമുക്ക്, നമ്മുടെ തലയിലെഴുത്ത്. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്താലും തലയിലെഴുത്ത് കിടക്കാതിരിക്കില്ല. ആ തലയിലെഴുത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ രോഗപീഠകളും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അതിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റുന്ന, എന്ന് വെച്ചാൽ ഒരു മഹാരോഗം ഉള്ളവർ ഇപ്പൊ ഞാൻ പറയണത് ചെയ്തു കഴിഞ്ഞാൽ മഹാരോഗം മാറും എന്നൊരർത്ഥം അല്ലെങ്കിൽ പോലും ഒരു പരിധി വരെ നിരന്തരമായി നിൽക്കുന്ന ആശുപത്രി കേസുകൾ വന്നുകൊണ്ട്, നിരന്തരമായി നിൽക്കുന്ന അപകടസന്ധികൾ ഉണ്ടാകുന്നവർക്ക്, നിരന്തരമായ രോഗപീഠകൾ ഉണ്ടാകുന്നവർക്ക് ഒരു പരിധി വരെ തടയിടാൻ പറ്റുന്ന ഒരു ദാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ദാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കരിമ്പടം എന്ന് പറഞ്ഞ സാധനം. കറുത്ത നിറത്തിലുള്ള ഒരു തരം പുതപ്പിനെയാണ് കരിമ്പടം എന്ന് പറയുന്നത്. ഇപ്പം അത് ദുർലഭമാണ്, പുതിയ പുതിയ സാധനങ്ങളൊക്കെ വന്നാലും. എന്നാലും കരിമ്പടം കിട്ടാനുണ്ട്. കരിമ്പടവും ഒരു 3 പിടി എള്ളും ഒരു 3 പിടി നാണയവും കൂടി സമീപത്തുള്ള ക്ഷേത്രങ്ങളിലെ ആചാര്യന്മാർക്ക് ദാനമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം. ദക്ഷിണയാന്നല്ല, കാരണം അതൊരു ദാനം തന്നെയാണ്. അദ്ദേഹം ദാനമായി സങ്കല്പിച്ച് വാങ്ങണം. ദാനമായി സങ്കല്പിച്ച് അദ്ദേഹം വാങ്ങിയാൽ, അദ്ദേഹത്തിന് കൊടുത്താൽ, ഒരു ആചാര്യന് കൊടുത്താൽ, ഒരു പരിധി, ഏകദേശം ഒരു പരിധിയിൽ കൂടുതൽ രോഗവിമുക്തി ഉണ്ടാകണോ എന്നാ പറയുന്നത്.